പരിശുദ്ധമായ ഹദീസുകളിൽ വന്നിട്ടുള്ള 6 തരത്തിലെ ദിക്റുകളാണ്, കുഞ്ഞൻ ദിക്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ദിക്റുകൾ പറഞ്ഞാൽ മിന്നലിൻ്റെ വേഗത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ മാറി ഏത് സ്ഥലത്തും നമുക്ക് വിജയം കിട്ടുവാനും ഏത് ആപത്തിൽ നിന്നും രക്ഷ കിട്ടുവാനും ഇനി പറയാൻ പോകുന്ന ദിക്റുകൾ നിത്യമാക്കിയാൽ മാത്രം മതി. ഏതാണ് ആ ദിക്റുകൾ, എപ്പോഴാണത് പറയേണ്ടത്, വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം. പലരും ഒരുപാട് പരാതിയിലാണ്. ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ് ഉസ്താദെ, ദ്വാരക്കണം. ഭാര്യയുടെ സ്വഭാവമാണ് ഉസ്താദെ മോശം, നിങ്ങളൊന്ന് ദ്വാരക്കണേ. മക്കൾ ചീത്ത കൂട്ടുകെട്ടുകളിലാണ് ഉസ്താദെ, അവൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി, അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉസ്താദെ ഒരു സംശയമുണ്ട്. ഇങ്ങനെ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധിയിലാണ് പല ഉമ്മമാരും ഉപ്പമാരും, മക്കളുടേതോ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ. ഇങ്ങനെ സ്വഭാവം നന്നാവാൻ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു കുഞ്ഞൻ ദിക്ർ കേൾക്കണോ, ഏതാണെന്ന് കേട്ടു നോക്കൂ. പലപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പേടിക്കുന്നൊരു കാര്യമാണ് തെരുവ് നായ. തെരുവ് നായയുടെ ശല്യം. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു പട്ടി പോകുന്നുണ്ടാകും, നായ പോകുന്നുണ്ടാകും, അത് പുറകിൽ വന്ന് കടിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തെരുവ് നായയുടെ ഉപദ്രവം, പാമ്പ്, തേള്, പഴുതാര പോലെയുള്ള ക്ഷുദ്രജീവികൾ, ഉപദ്രവിക്കുന്ന ജീവികളിൽ നിന്നുള്ള പരിഹാരം കിട്ടാൻ, അതുപോലെ തന്നെ അവകളിൽ നിന്നും രക്ഷ കിട്ടാൻ, അതുപോലെ ആക്സിഡന്റുകളിൽ നിന്നും അറ്റാക്കിൽ നിന്നൊക്കെ വലിയ രക്ഷ കിട്ടാൻ നിത്യമാക്കേണ്ട ചെറിയ ഒരു ദുആ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഹദീസിലുള്ളതാണ്, നബിതങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം രോഗികളായി കിടക്കുന്നുണ്ടോ, ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളായി പ്രയാസപ്പെടുന്നോ, എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവൃത്തി, നബി തങ്ങളുടെ മൗന അനുവാദം, ഇതിനാണ് ഹദീസ് എന്ന് പറയുക. ഈ ഹദീസുകളിൽ വന്നിട്ടുള്ള 6 ദുആ ദിക്റുകളെ പറ്റിയാണ്. ഈ 6 ദുആ ദിക്റുകൾ ഇതാരാണ് പറയേണ്ടതെന്നറിയോ? ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, തീരാത്ത കടങ്ങൾ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ 100 നീറുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, പ്രതിസന്ധികൾ കൊണ്ട്, അതുപോലെ കള്ളക്കേസുകളിൽ പെട്ടുപോയവർ, ഇങ്ങനെ ഒരുപാട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാ പ്രശ്നങ്ങളും മിന്നലിൻ്റെ വേഗതയിൽ അല്ലാഹു തആല മാറ്റി സമാധാനവും വലിയ സംരക്ഷണവും നൽകുന്ന, അസ്വസ്ഥതകൾ, പ്രതിസന്ധികൾ മാറുന്ന, ഏത് സ്ഥലത്തും സമയത്തും വിജയം നമുക്ക് കിട്ടുന്ന, ഏതാപത്തിൽ നിന്നും കാവൽ കിട്ടുന്ന മഹാന്മാരായ സ്വഹാബിമാർ മുറുകെ പിടിച്ച 6 അത്ഭുതപ്പെടുത്തുന്ന ദിക്റുകൾ, ദുആകളാണ്, ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. അയ്യേ ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നാരും കരുതരുതേ. അറിയാമെങ്കിലും ഇതിൻ്റെ ശ്രേഷ്ഠതകൾ പലപ്പോഴും നമുക്ക് തിരിയാറില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരാം. മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു, മൻ ലൈസ ലഹു വിറുദുൻ ഫഹുവ ഖിർദുൻ എന്ന്. ഒരാൾക്ക് ഒരു ദിവസം തുടർച്ചയായ ഒരു സമയത്ത് പറയാൻ ഒരു ദിക്റില്ല എങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ്. അതായത് വിറുദ് എന്ന് പറയും. വിറുദ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യത്തിനാണ് വിറുദ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എല്ലാ 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുന്നവരാണെങ്കിൽ അത് നമ്മൾ നിത്യമാക്കണമെന്നാണ്. ആയത്തുൽ കുർസി ഓതുന്നവരാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, വിറുദ് ഉണ്ട് എന്ന് നിത്യമാക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിത്യമാക്കാൻ പറ്റിയ, അതായത് വിറുതായി നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റിയ 6 അത്ഭുതപ്പെടുത്തുന്ന വലിയ ശ്രേഷ്ഠതകളുള്ള കുഞ്ഞൻ ദിക്റുകളും ദുആകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തേത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, നബിതങ്ങൾ പറയുമായിരുന്നു, ഫീ റുകൂഇഹി വ സുജൂദിഹി, എല്ലാ നബിതങ്ങളുടെ നമസ്കാരത്തിലെ റുകൂഇലും സുജൂദിലും നബിതങ്ങൾ പറയുന്ന ഒരു ദുആയുണ്ട്. ഇത് നിസ്കാരത്തിൽ നമുക്ക് പറയാം,
നമസ്കാരത്തിന് ശേഷം നമുക്ക് പറയാം, ഒരു മനുഷ്യൻ നിസ്കാരങ്ങൾക്ക് ശേഷം അവൻ്റെ നമസ്കാരങ്ങൾക്ക് ശേഷം 3 പ്രാവശ്യം വീതം ഇനി പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പുണ്യം എന്താണെന്നോ, അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നോ, അതായത് നബി തങ്ങൾ പറയുകയാണ്, ഒരു പ്രാവശ്യം ഈ ഒരു ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം 1 കോടി പുണ്യമാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1 കോടി പുണ്യം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലും റുകൂഇലും പറയുമായിരുന്നു എന്ന് ആയിഷ ബീവി നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മലക്കുകളുടെ കാവലുണ്ടാകും. ജിബ്രീലിന്റെ ചിറക് അടിച്ചുകൊണ്ട് നമുക്ക് വലിയ കാവൽ നൽകുമെന്നാണ്. ജിബ്രീലിന്റെ ചിറകുകൾ കൊണ്ട് നമുക്ക് കാവൽ നൽകും. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇതാണ്. അതായത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. എന്താ അതിന്റെ അർത്ഥം? ഏകദേശം അർത്ഥം വരുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, മലക്കുകളുടെ റബ്ബായ, അതുപോലെ റൂഹിന്റെ റബ്ബായ. റൂഹ് എന്ന് പറഞ്ഞാൽ 3 അർത്ഥമുണ്ട്. ഒന്ന്, റൂഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. അതിൽ മരണപ്പെട്ടുപോയ ആളുകളുടെ ആത്മാക്കളെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ റൂഹുൽ അമീൻ എന്ന സ്ഥാനപ്പേരുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മലക്കുകളുടെ, റൂഹുകളുടെ റബ്ബായ അല്ലാഹ്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു റബ്ബേ, നിന്നെ ഞങ്ങൾ പരിശുദ്ധീകരിക്കുന്നു അല്ലാ എന്നർത്ഥം വരുന്ന ഈ ഒരു ദുആ, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, മറന്നുപോകരുതേ. 3 പ്രാവശ്യം വെച്ച് എല്ലാ നമസ്കാരത്തിന് ശേഷവും പറഞ്ഞാൽ 1 കോടി പുണ്യങ്ങളാണ്, മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തേത് പഠിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിത്യമായി കൊണ്ടുപോവാൻ, ഒരു വെറുതായി കൊണ്ടു നടക്കാൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു കുഞ്ഞൻ ദിക്റാണ്, ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവലുണ്ടാകും. വയസ്സായാലും ചുറുചുറുക്കുള്ള വാർദ്ധക്യമായിരിക്കും. അല്ലെ, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ, അതുണ്ടാവില്ല. അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് ഞാൻ കുടിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ പേരെന്താണ്, ഇതൊന്നും അറിയാതെ എല്ലാം മറന്നുപോകുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ്. ആ രോഗത്തെ തൊട്ടുള്ള കാവലുണ്ടാകും. അതുപോലെ കുഷ്ഠരോഗത്തെ തൊട്ട് കാവലുണ്ടാകും. അല്ലെ, മലബാറിലൊക്കെ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് കുഷ്ഠരോഗം. അല്ലാഹു കാക്കുമാറാവട്ടെ. അത് ബാധിച്ചവർക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ, ആമീൻ. ആ രോഗത്തെ തൊട്ട് വലിയ കാവലുണ്ടാകും. കിടന്ന കിടപ്പിൽ കിടന്നു പോകുന്ന അവസ്ഥയെ തൊട്ടുള്ള കാവലുണ്ടാകും. ശരീരത്തിന് ആഫിയത്തുണ്ടാകും, ഈമാൻ അധികരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയുണ്ടാകും. കടങ്ങൾ മാറാനും ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയ ഒരു ദിക്ർ, ഒരു ദുആ. 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആ നമ്മൾ മറക്കാതെ 1 പ്രാവശ്യമെങ്കിലും ചൊല്ലണേ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബിമാരോട്, ഏതാണ് ആ ദിക്ർ, ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. വളരെ സിമ്പിളാണ്, കേട്ടോ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ ഹുദാ, സന്മാർഗത്തെ ചോദിക്കുകയാണ്, വത്തുഖാ, തഖ്വയെ ചോദിക്കുകയാണ്, വൽ അഫാഫ, പവിത്രതയെ ചോദിക്കുകയാണ്, വൽ ഗിനാ, അല്ലാഹുവേ, ഞാൻ ഐശ്വര്യത്തെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രതിസന്ധികൾ മാറാൻ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാവാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കണേ. ശാരീരികമായ ആരോഗ്യം, ആഫിയത്തുണ്ടാവാൻ. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ, നിങ്ങളൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരല്ലേ, ഗ്യാസുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് അല്ലേ. ഗ്യാസ് പൊട്ടിത്തെറിക്കുക, കുക്കർ പൊട്ടിത്തെറിക്കുക, അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുപോലുള്ള പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ കിട്ടാൻ ഈ ദുആ നമ്മൾ പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഇനി 3-മതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വഭാവം നന്നാവാൻ. ഉസ്താദേ, ഭർത്താവിൻ്റെ സ്വഭാവം കൊള്ളൂല, ഭാര്യയുടെ സ്വഭാവം കൊള്ളൂല, മക്കളുടെ സ്വഭാവം മോശമാണ്, എൻ്റെ തന്നെ സ്വഭാവം നന്നാവാൻ ഞാൻ എന്താണ് പറയേണ്ടത്, ചെയ്യേണ്ടത്? ചീത്ത കൂട്ടുകെട്ടിലാണ് ഭർത്താവ്, ചീത്ത കൂട്ടുകെട്ടുകളിലാണ് മക്കൾ, അല്ലാഹുവേ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോടൊന്ന് പറയട്ടെ, കണ്ണാടി നമ്മൾ നോക്കുന്നവരാണല്ലോ. നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി ഉണ്ടല്ലോ അല്ലെ, അലമാരയിൽ കണ്ണാടി ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്പറേറ്റ് കണ്ണാടി വെച്ചിട്ടുണ്ടാകും. എന്ത് ചെയ്യുക?
നമ്മുടെ ഒരു പേപ്പറിൽ ഇനി പറയാൻ പോകുന്ന ഒരു ദുആ എഴുതിയിട്ട് കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കുക. അതായത് കണ്ണാടിയിൽ ആരൊക്കെ മുഖം നോക്കുന്നു അവരൊക്കെ ഈ ദുആ പറയട്ടെ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്വഭാവം നന്നാവാനുള്ള ദുആയാണ്. ഏതാണ് ദുആ? ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ ഫഅഹ്സിൻ ഖുൽഖി, അല്ലാഹുവേ എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാഹ്. ഇതാണ് ആ ദുആന്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. മറന്നുപോവല്ലേ? മൂന്നാമതായി നമ്മൾ പറഞ്ഞ ദുആ. നാലാമതായി നമ്മൾ പറയാൻ പോകുന്നത് ഹദീസുകളിൽ വന്നിട്ടുള്ള വമ്പൻ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാരിക്കോരി കൂട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുന്ന ചെറിയ ചെറിയ ദിക്റുകളും ദുആകളുമാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നാലാമതായി പറയാൻ പോകുന്നത് പാമ്പിൻ്റെ ശല്യമുണ്ടാകും ചില വീടുകളിൽ, ചില നാടുകളിൽ, ചില പറമ്പുകളിൽ. തേളിൻ്റെ ശല്യമുണ്ടാകും. പഴുതാര എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കുത്തിയാൽ വേദന ഉണ്ടാകും. അങ്ങനെ ക്ഷുദ്രജീവികൾ, അതായത് ഉപദ്രവിക്കുന്ന ജീവികൾ, പേപ്പട്ടി പട്ടി കടിക്കാൻ വന്നു, അല്ലെ, തെരുവ് നായ കടിക്കാൻ വന്നു, കടന്നൽ കുത്താൻ വന്നു, അല്ലെങ്കിൽ ആപത്തിൽ പെട്ടുപോകുന്നു, ആക്സിഡന്റിൽ പെട്ടുപോകുന്നു, പെട്ടെന്നുള്ള മരണങ്ങൾ, അറ്റാക്ക് പോലെ, അതുപോലുള്ള ആ ഒരു പ്രയാസങ്ങൾ വരുന്നതിന് തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. എങ്ങനെ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷമോ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ സുബഹി നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ദിക്ർ പറഞ്ഞാൽ മഗ്രിബിൻ്റെ സമയം വരെ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ സുബഹിയുടെ സമയം വരെ അവനിക്ക് അള്ളാഹുവിൻ്റെ കാവൽ ആകാശ ഭൂമികൾക്കിടയിലുള്ള, അല്ലെങ്കിൽ ആകാശത്തിൻ്റെയോ ഭൂമിയുടെയോ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. ഏതാണ് ആ ദിക്ർ? നമുക്കറിയാം, നമ്മൾ ഹദ്ദാദിലൊക്കെ ഓതുന്നതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലേ, നമ്മൾ പറയാറുള്ളവരല്ലേ? ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ചെറിയൊരു ദിക്റാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നിന്റെ ആകാശം, നിന്റെ ഭൂമി, അല്ലാഹുവേ ഭൂമിയിലും ആകാശത്തിലും എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ, എന്തെല്ലാം അപകടങ്ങൾ, പ്രതിസന്ധികളുണ്ടോ, എല്ലാത്തിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്ർ നമ്മൾ നിത്യമാക്കുക. ഇനിയോ അഞ്ചാമതായി നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് വേണോ? നബി തങ്ങളുടെ ശഫാഅത്ത് വേണോ? സ്വർഗ്ഗം നമുക്ക് നിർബന്ധമായി കിട്ടുന്ന ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. മലക്കുകളുടെ കാവലുണ്ടാകും ഉമ്മ, നമ്മുടെ ഈമാൻ ഉറക്കും ഉമ്മ, തെറ്റിൽ നിന്നും അകന്നു നിൽക്കാനുള്ള തൗഫീക്ക് കിട്ടും ഉപ്പ. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പതിവാക്കണേ. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പറയാൻ ശ്രദ്ധിക്കണേ. ഏതാണ് ഈ ദിക്ർ? ഏതാണ് ഈ ദുആ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. നമ്മളിത് ഹദ്ദാദിൽ ഓതാറുള്ളവരാണ്, പറയാറുള്ളവരാണ്. എന്നോട് പറയാം, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, റബ്ബൻ റബ്ബായിട്ട്, വബിൽ ഇസ്ലാമി ദീനൻ എൻ്റെ ദീനായിട്ട്, ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, വബി മുഹമ്മദിൻ നബിയ എൻ്റെ നബിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇവിടെ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം റസൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയാം, പക്ഷേ ഹദീസിൽ വന്നിട്ടുള്ളത് വബി മുഹമ്മദിൻ നബിയ എന്നാണ്. അപ്പം അങ്ങനെ തന്നെ പറയലാണ് നല്ലത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, അത് നമ്മൾ പറയുക. ഇനിയോ ആറാമതായി പറയാനുള്ളത് എന്തെന്നറിയോ? പല ആളുകൾക്കും ഉസ്താദേ നടുവേദനയാൻ, ഡിസ്കിന് കംപ്ലൈൻ്റാൻ, തലവേദനയാൻ, ഊരക്ക് വേദനയാൻ, കഴുത്തിന് വേദനയാൻ, മുട്ടിന് വേദനയാൻ, അവിടെ വേദന, ഇവിടെ വേദന, വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മനക്ലേശങ്ങൾ കൊണ്ട് ടെൻഷനുള്ളവർ, സ്ട്രെസ് ഉള്ളവർ, അല്ലേ, മാനസികമായി പിരിമുറുക്കമുള്ളവർ, അവരൊക്കെ നെഞ്ചിൽ കൈവച്ചിട്ട് ഈ ദുആ പറയുക. എവിടെയാണോ വേദനയുള്ളത് ആ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് നമ്മൾ ഈ ദുആ നമുക്ക് പറയാം. ഏതാണ് ആ ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്ന, ആ സഹാബിയുടെ പേര് ഉസ്മാൻ ഇബ്നു അബി ആസ് റളിയല്ലാഹു തആല അൻഹു ആൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ശാരീരികമായ വേദനകളാണ് എപ്പോഴും, ഞാൻ ഏത് ദുആയാണ് പറയേണ്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്ത ദുആയാണ്. ഏതാണ്? നമുക്കിപ്പോൾ കയ്യിൻ്റെ ഈ ഭാഗത്ത് വേദനയാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മുടെ വലത് കൈ വെക്കുക. വലത് കൈ വെച്ചിട്ട് ബിസ്മില്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറയും. ബിസ്മില്ലാഹ് 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 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം
ഒരു ദുആ നമ്മൾ പറയണം. ഏതാണ് ആ ദുആ? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. എന്താണ് ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കൈവിടെ വെച്ച് എവിടെയാണ് വേദനയുള്ള ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ഒന്നുകൂടി പറയാം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. എന്താണ് ആ ദുആഇന്റെ ഏകദേശം അർത്ഥം? അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാ, നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എൻ്റെ വേദന, അല്ലെ, എൻ്റെ പ്രതിസന്ധി, എൻ്റെ പ്രയാസം, എൻ്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാം നിനക്കറിയാവുന്നതാണ്. ആ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ ഞാൻ നിന്നോടിതാ അപേക്ഷിക്കുകയാണ് അല്ലാ എന്നർത്ഥം വരുന്ന ഈ ദുആ നമ്മൾ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചിട്ടിട്ട് 7 പ്രാവശ്യം പറയണം. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ ഭാഗത്ത് വേദനയാണെങ്കിൽ ഇവിടെ കൈവെക്കുക, വെച്ചിട്ട് ബിസ്മില്ലാഹ് 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 3 പ്രാവശ്യം ബിസ്മില്ലാഹ് എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം നമ്മളിപ്പോൾ പറഞ്ഞ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന ഈ ദിക്ർ 7 പ്രാവശ്യം പറഞ്ഞാൽ വേദന സംഹാരികൾ കഴിക്കാതെ നമുക്ക് വേദന മാറിക്കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ആത്മീയമായ മരുന്ന്, ആത്മീയമായ ദിക്ർ, ദുആയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഹദീസുകളിൽ വന്നിട്ടുള്ള 6 തരത്തിലുള്ള ദിക്റുകളാണ് ഇന്നിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവണ്ട. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അവരും ഇത് കേൾക്കട്ടെ, അവരും ഇത് പഠിക്കട്ടെ, അവരും ഇത് പ്രാവർത്തികമാക്കട്ടെ. ആ സമയത്ത് നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ടോ, അല്ലാഹുവേ പടച്ചവനെ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. ദുഃഖങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, അല്ലാഹുവെ കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറാക്കി നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ പ്രവാസികളായ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ നീ ഖൈറും സമാധാനവും കൊടുക്കണേ അല്ലാ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പരസ്പരം ദുആരക്കുക. ഈ പറയപ്പെട്ട ദിക്റുകൾ, ദുആകൾ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.